ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ നന്നാക്കുന്ന പറയുന്നതായിട്ടില്ല നമ്മുടെ മൈൻക്രാഫ്റ്റിലെ സർവൈവൽ വേൾഡിലോട്ടാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് പ്രോപ്പറായിട്ട് മൈക്ക് ഓൺ ആക്കി കളയാനില്ല, കാരണം എനിക്ക് തൊണ്ടയ്ക്ക് നല്ല വേദനയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിരുന്നു, എല്ലാവരും കണ്ടു, ലൈക്ക് അടിച്ചു, സന്തോഷമായി. അപ്പോൾ ഗൈസ്, ഇതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നേരെ നമുക്ക് ഇന്ന് നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള ഫുൾ പ്ലാൻ എടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ബേസിനുള്ള ഐഡിയ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, എനിക്ക് ഇവിടുന്ന് കയറിപ്പോവാനും ഇറങ്ങി വരാനും ഒരു സ്ഥലം വേണം, ഒരു പാത്ത്. കാരണം എൻ്റെ ഒരു ഫുഡും ഇല്ല. ഫുഡുണ്ടോ? ബ്രെഡുണ്ട് ഗൈസ്, ബ്രെഡ് തിന്നാം നമുക്ക്. ഗൈസ്, നമ്മൾ ബ്രെഡ് തിന്നു, ഇത് റീജനറേറ്റ് ആയി വരുന്നുണ്ടോ? അതെ ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്ക് നേരത്തെ ഒട്ടും ഹാർട്ടും ഇല്ലായിരുന്നു. ഔച്ച്. പിന്നെ എന്നാ, ഇന്നലെ നമ്മൾ ആ വീട് അവിടെ നിന്ന് പൊട്ടിച്ചു. ഒരു വില്ലേജറിൻ്റെ വീടും നഷ്ടപ്പെട്ടു. എവിടെ നിന്നാണ് ഗൈസ് സോംബിയുടെ സൗണ്ടൊക്കെ? നേരത്തെ ഞാൻ സോംബിയുടെ ഒന്ന് കഷ്ടിച്ച രക്ഷോട്ടെ. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടെങ്ങാനൊരു മോബ് വന്നാലോ. അയ്യോ, തീ പിടിപ്പിക്കും എന്നെ ഇപ്രാവശ്യം ഇതേ സ്ഥാനത്ത് വെച്ച് കൊല്ലാനാ. എനിക്ക് വയ്യ. ഹാർഡ്കോറല്ല, എന്നാലും ചെറിയൊരു പേടി. അത്രേ ഉള്ളൂ ഗൈസ്. അതവിടെ നിന്ന് കത്തുന്നുണ്ട്. കത്തിക്കോ, നല്ലോണം കത്തിക്കോ. കത്തിച്ചാത്തില്ല. ഇപ്പം സൂര്യൻ ഉച്ചയായി ഗൈസ്. ഇപ്പം നമ്മുടെ ഈ പണിഞ്ഞ വീടിന് നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ വേണം, പിന്നെ നമുക്ക് സാൻഡ് വേണം ഗൈസ്. സാൻഡാണ് മെയിൻ. സാൻഡ് കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ അയൺകോലത്തിനെ കൊല്ലണം. അയൺകോലത്തിനെ കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് വേണം. ഫുഡ് 1, ഫുഡ് 2. ഓക്കെ, വീണ്ടും നമ്മൾ ഈ റോ മട്ടൺ കഴിക്കണം. ഓക്കെ, ഫുൾ ഹെൽത്ത്. ഇനി നമ്മൾ നേരെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ശവലുണ്ടാക്കണം. ഇവിടെ നിന്നൊരു വീട്ടിൽ നിന്നൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. യെസ് ഗൈസ്, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ എങ്ങാനും കാണുമല്ലോ. മറ്റേ കാർട്ടോഗ്രാഫറിൻ്റെ അല്ലേ സംഭവം? പക്ഷെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? വേണ്ട, വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? എനിക്കിവിടെ നിന്നൊരു കോമ്പസ് കിട്ടി. ആ വീട്ടിൽ കാണും എന്ന് തോന്നുന്നു. ഈ വീട്ടിൽ എവിടെന്നെങ്കിലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പിശിക്ക, അല്ല മടിയ. ഇവിടെ ഇല്ല. പിന്നെ ഈ വീട്ടിൽ കാണും. ഈ വീട്ടിലും ഇല്ല. ഈ വീട്ടിൽ പിന്നെ കാണൂല. അപ്പം പിന്നെ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. അല്ല, നമ്മളെ കയ്യിൽ ഓർമ്മ ഉണ്ട്. പൊടനായി പോയല്ലോ, കുഴപ്പമില്ല. ഷവൽ ക്രിയേറ്റ് ചെയ്യാം. ഷവൽ റെഡി. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നേരെ കുറേ സാൻഡ് വേണം ഗൈസ്. ഗ്ലാസ് വെക്കണം അവിടെ. അത് നമുക്ക് പോവാം. ഒരു ശവല വെച്ച് ഇതിനെ കൊന്നു. സന്തോഷം. വേഗം തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് സാൻഡ് കളക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ബേസ് ഉണ്ടാക്കാൻ ചടങ്ങിലേക്ക് കിടക്കാം. ഒരു ഷവൽ വെച്ചാണ് ഏറ്റവും നന്നായി സാൻഡ് മൈൻ ചെയ്യാൻ പറ്റുക. നമ്മുടെ കയ്യിൽ കിട്ടുന്ന അത്രയും സാൻഡ് നമ്മൾ എടുക്കണം ഗൈസ്. അതിന് ഈ ഫർണസി വെച്ച് നമ്മൾ ഉരുക്കണം. ഞാൻ വിചാരിച്ചു ഈ വില്ലേജ് യാത്ര കുറേ സമയം എടുക്കുന്നു ഗൈസ്. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഈസിയാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ വില്ലേജും കിട്ടി. പൊള്ളിയാണ്. നമുക്ക് കുറച്ച് കോള് വേണം ഗൈസ്. കോളൊക്കെ വേണം. കോളുണ്ടല്ലേ? അല്ലേ വേണ്ട, നമുക്ക് ഈ വുഡ് അങ്ങോട്ട് ചോപ്പ് ചെയ്യുന്നു, അങ്ങോട്ടങ്ങോട്ട് വെക്കുന്നു. ഞാനിത് നമ്മുടെ പ്രമുഖ യൂട്യൂബറായ മിസ്റ്റർ ഗെയിം തെറാപ്പിസ്റ്റിനെ കണ്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്.
പക്ഷേ വീണ്ടും ജാവാറായല്ലോ. എനിക്ക് ഫുഡാണ് ഏറ്റവും കുറവ്. നമ്മുടെ ആക്സും ചത്തു. ഇപ്പോൾ ഈ ഷീപ്പിനെയും കൂടെ കൊല്ലുന്ന സമയം കൊണ്ട് നമ്മുടെ ആക്സ് പൊട്ടുന്നതായിരിക്കും. യെസ് ഗൈസ്, പക്ഷെ ചത്തില്ല അത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട? ഫുഡ് എടുത്ത് തിന്നട്ടെ ഗൈസ്. നല്ലൊരു മനോഹരമായ വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ കുറേ അവിടെ നിന്ന് നമ്മൾ വലിയ സ്റ്റെപ്പ് പണിയും. നമ്മളവിടെ നിന്ന് രാജാവിനെ പോലെ വാഴും. അന്തസ് അല്ലേ ഗൈസ്? അതാണ് ഗൈസ് അന്തസ്. ഇതിൻ്റെ റൂഫ് പൊട്ടിച്ചല്ല ഞാൻ പുറത്തോട്ട് കയറി വന്നേ. അപ്പം ഇതേ റൂഫ് പൊട്ടിച്ച് തന്നെ ഞാൻ മേലോട്ട് കയറിയും പോവും. ഇതിപ്പോൾ ഞാനൊരു ബ്ലോക്ക് വെക്കണമല്ലോ. ഉയ് ഉയ് ശേ, ഇതിപ്പോൾ പൊട്ടിക്കാൻ നമുക്ക് കിട്ടില്ല. അത് വളരെ സാഡാണ്. ഇനി നമ്മൾ ഇവിടുന്ന് അവിടെ വരെ കയറിപ്പോണം. ഇവിടുന്ന് ഇങ്ങോട്ട് കയറാൻ തന്നെ ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സ്റ്റെപ്പ് പണിയാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടണം. ശരി, ബേസിൻ്റെ കാര്യമായി പോയില്ലേ ഗായ്സ്? പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ രാത്രി ആവാറായെന്നാണ് എൻ്റെ ഒരു വിചാരം. രാത്രി ആവാറായോ? യെസ് ഗൈസ്, രാത്രി ആവാറായിരിക്കുന്നു. ഓ ഷിറ്റ്, ഇതൊന്നും ഇവിടെ വെക്കാൻ കൊള്ളില്ല ഗൈസ്. നമ്മളിനി നമ്മുടെ ബെഡുണ്ട് ഗൈസ്. നമ്മുടെ ബെഡ് എടുക്കുന്നു, ഇവിടെ വെക്കുന്നു. അപ്പോഴത്തേനും നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് നമ്മളൊരു വലിയ വീടാണ് ഉണ്ടാക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. വലിയ വീടായിരിക്കും. അതിന് നമുക്ക് കുറേ കൊബിൾ സ്റ്റോൺ വേണം. പക്ഷേ ഇപ്പോഴത്തേനും നമ്മുടെ രാത്രിയായി. പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകണം. അതിന് മുമ്പ് തന്നെ നമ്മുടെ അയങ്കോലത്തിനെ കൊല്ലണം. ഗോലെണ്ണനെ കൊല്ലണം. ഷടാവേ, എനിക്ക് മോൺസ്റ്റേഴ്സ് വരുന്നതിന് മുമ്പ് ഉറങ്ങണം ഗൈസ്, അല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. ഇവിടെ നമ്മളൊരു ടോർച്ച് വെച്ചേക്കാം. മോബ്സ് സ്പോണണ്ട. കമോൺ ബ്രോ, ഐ നീഡ് ടു സ്ലീപ്പ്. ഞാൻ ഇത് എത്ര നേരം എടുക്കും? എനിക്ക് ഉറങ്ങണം. ഇപ്പം അത് വഴിയിൽ ബെഡ് വെച്ച് കടന്നുറങ്ങുന്ന ഭയങ്കര പരിപാടിയാണ് ഗൈസ്. കൂടാതെ ഹാഫ് ഹെൽത്ത്. ഇപ്പോൾ ഒരു സോംബി ഒന്ന് കൊന്നു കഴിഞ്ഞാൽ ഊമ്പും ഗൈസ്. ഊമ്പ് മാത്രമേ ഉള്ളൂ, ഊമ്പലാവും. പ്രത്യേകിച്ചും ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുള്ളൂ, ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഇല്ല. വളരെ മോശം, പറയാലോ വളരെ മോശമായിപ്പോയി. ബ്ലാക്ക് സ്മിത്ത് ഇല്ല, ലൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്നല്ലെങ്കിൽ അയണും ഡയമണ്ടും ഒക്കെ കിട്ടിയാൽ എന്നാ ചെയ്യാനാ? വിധിയില്ല ഗൈസ്. അപ്പം ഇവിടുന്ന് നമ്മൾ കുറേ സ്റ്റോൺ മൈൻ ചെയ്യണം. ഇതെന്തോ ഇത്? ഈ വില്ലേജർ ഇവിടെ എന്നാ പരിപാടി? ഹേയ് പാവം വില്ലേജർ. ഗൈസ്, ഇനി നമ്മൾ താഴത്തോട്ട് ഇറങ്ങുന്നു. ഗോലെണ്ണനെ കൊല്ലുന്നു. ഗോലെണ്ണൻ്റെ വില്ലേജേഴ്സ് എല്ലാം എന്ത് ചെയ്യും? ഞാൻ ലൈറ്റർ ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഒരാർമറും ഇല്ല. നമ്മുടെ ഗോലെണ്ണനും വില്ലേജേഴ്സും ഒക്കെ. ഗോലെണ്ണനും വില്ലേജേഴ്സും എല്ലാം ഉണ്ടല്ലോ. ബെഡ് കാണാൻ വെച്ചിട്ട് ഗൈസ്, അല്ലെങ്കിൽ ചത്തനെ. ഗൈസ്, നമ്മളവിടെ നിന്ന് ആ ബെഡ് പൊട്ടിച്ചു കൊടുത്തായിരുന്നു. ഇല്ല, ഞാൻ ഇപ്പം എങ്ങനെ ചാവുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്പോൺ പോയിൻ്റ് ആലോചിക്കാൻ തന്നെ വയ്യ. അയ്യോ ഗൈസ്, നമ്മളിനിപ്പോൾ ആക്സ് ഉണ്ടാക്കിയില്ല. പക്ഷേ വീടുണ്ടാക്കാനുള്ള എപ്പിസോഡിൽ മനുഷ്യന് ഇത് എന്ത് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കണേ? എന്തേലും ആട്ടെ. ഗോലെണ്ണനെ അടിക്കുന്നു, ഓടി വന്ന് ബ്ലോക്കപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗോലെണ്ണനെ അടിക്കുന്നു. ഗോലെണ്ണൻ ഡ്രോപ്പ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഗോലെണ്ണൻ്റെ അടി മേടിക്കരുത്. ഗോലെണ്ണ സുഖമല്ലേ ഹബീബി? നമുക്ക് അടി മേടിക്കാം. ഇവിടുന്ന് കണ്ടം വഴി ഓടുന്നു, ബ്ലോക്കപ്പ് ചെയ്യുന്നു. അടി കൊണ്ടില്ലേ? ഇവിടുന്ന് എങ്ങാനും ചത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്തുള്ള വീട്ടിൽ തന്നെ സ്പോണിങ് ചെയ്യുമല്ലോ. അതെ ഗൈസ്, നമ്മൾ ഇവിടെ തന്നെ സ്പോൺ വെച്ചേക്കുവാണ്. എനിക്ക് എന്താ ഇത്ര പേടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉയ്യോ,
കണ്ടം വഴി ഓട്. അയ്യോ എനിക്ക് ചെറിയ പേടിയുണ്ട്. അയ്യോ ഗോലെണ്ണം പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാ. ഡേ ഗോല ഇങ്ങോട്ട് വാടാ. ഉഫ്, ഗോലണ്ണനെ അടുത്ത് ഞാൻ കുറേ ദൂരമായല്ലോ. ഇപ്പം ഞാൻ അങ്ങോട്ട് ബ്ലോക്കപ്പ് ചെയ്ത് ഗോലണ്ണനെ അടുത്തിട്ട് പോയി അടിക്കാം. ഗോലണ്ണ എന്നാ പിടിച്ചോ ഹലുവ. ഒരു ബ്ലോക്കും കൂടെ വെക്കാം. ഹായ് മിസ്റ്റർ ഗോലൺ, സുഖല്ലേ? ഇതിനെ എങ്ങനെയെങ്കിലും കൊല്ലണം ഗൈസ്. എൻ്റെ ആക്സ് പൊട്ടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇതിനെ കൊന്ന് കുഴിച്ചു മൂടും ഗൈസ്. യെസ് ഗൈസ്, ഗോലണ്ണൻ ചത്തു. നമുക്ക് കിട്ടി അയൺ. എത്ര അയൺ? 3 അയൺ. യെസ് ഗൈസ്, നമുക്ക് 3 അയൺ കിട്ടിയിരിക്കുകയാണ്. പൊളിച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ പുതിയ പിക്കാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് വെച്ച്. ഈസി മൈനി. എടേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ മനുഷ്യന്. എടേ ഇപ്പോഴും എൻ്റെ കൈ കടന്ന് പറയുന്നു. പിക്കാക്സ് അടി. ഇനി നമ്മൾ പിക്കാക്സ് ഇവിടെ വെക്കുന്നു. പുതിയൊരു ആക്സും കൂടെ വേണമല്ലോ. ഇത് എത്രാമത്തെ ആക്സാ ദൈവം ഇത്? കുഴപ്പമില്ല, എല്ലാം ബിൽഡും ബേസിന് വേണ്ടി. അയ്യോ വീണ്ടും എൻ്റെ ഫുഡ് പോയി. എനിക്കാണെങ്കിൽ കയ്യും കടന്ന് പറയാം. കുഴപ്പമില്ല, പൊട്ടേറ്റോ തിന്നു. നമ്മുടെ കയ്യിൽ പൊട്ടേറ്റോ ആണ് ഗൈസ് കൂടുതലുള്ളത്. അപ്പോൾ ഗൈസ് റീജനറേഷൻ ആവുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോവാം. ബേസ് ഉണ്ടാക്കണമല്ലോ. അപ്പം നമുക്ക് അതിന് കുറേ കോബിൾ സ്റ്റോൺ വേണം ഗൈസ്. മിനിമം കുറേ വേണം. ഇവിടെ നമുക്കൊരു സ്ട്രിപ്പ് മൈനിങ് നടത്താം. ഇങ്ങനെ പോയാൽ എൻ്റെ ഇത് പൊട്ടും. നമുക്ക് വേഗം തന്നെ സ്റ്റോൺ മൈൻ ചെയ്യണം. ആവശ്യമുള്ള ഫുൾ സ്റ്റോൺ നമ്മൾ മൈൻ ചെയ്തായിരിക്കും നമ്മുടെ ബിൽഡിംഗ് ബേസിന് വേണ്ടി. അപ്പോഴാണ് ഓർത്തത് ഗൈസ്, നമ്മൾ ടോർച്ച് എടുത്തില്ല. അപ്പോൾ ഗൈസ് ഈ സ്റ്റോണെല്ലാം മൈൻ ചെയ്തിട്ട് ഗൈസ് അപ്പോൾ നമ്മുടെ കുറേ കൊബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ രാജാവിനെ പോലെ വാഴും ഗൈസ്, രാജാവിനെ പോലെ. അപ്പോൾ 1 2 3 4 5 6 7 8 9 അല്ല 10 ഗൈസ്, 10. അപ്പോൾ 10 ബ്ലോക്കാണ് നമുക്ക് ഇതുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പണിഞ്ഞു പോകണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെ പണിയാം. അല്ല, ഇനി നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ നമുക്കിത് ഫുള്ള് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. കാരണം കുറേ സമയമായിട്ടുണ്ട്, പിന്നെ എനിക്ക് ചില പരിപാടികളുള്ളത് കാരണം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇത് ഫുള്ള് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.